വിഷ്ണുജിത്ത് എന്ന മലയാളി യുവാവിന്റെ വിവാഹം എല്ലാ ആഘോഷങ്ങളോട് കൂടിയും ഇന്ന് നടക്കാനിരുന്നതാണ്. എന്നാൽ 4ാം ദിവസമായ ഇന്നും പള്ളിപ്പുറത്ത് നിന്ന് കാണാതായ യുവാവിനെ പറ്റി യാതൊരു വിവരവുമില്ല. പള്ളിപ്പുറം കുരുന്തല വീട്ടിൽ വിഷ്ണുജിത്ത് എന്ന 30 വയസ്സുകാരനെയാണ് കാണാതായത്. വിഷ്ണുജിത്തിന്റെ വിവാഹം ഇന്ന് നടക്കേണ്ടിയിരുന്നതാണ്. വിവാഹാഘോഷം നടക്കേണ്ട വീട് ഇന്ന് ശോകമൂകമാണ്. പ്രിയപ്പെട്ട മകൻ വിഷ്ണുവിനെ കണ്ണീരോടെ കാത്തിരിക്കുകയാണ് മാതാവ്. അമ്മയുടെ കയ്യിൽ നിന്നും 500 രൂപ വാങ്ങി യാത്ര തിരിച്ചതാണ് വിഷ്ണുജിത്ത്. രാത്രി 8 മണിയോടെ വിളിച്ച് ഞാൻ പാലക്കാടാണെന്നും തിരിച്ചിട്ടില്ലെന്നും വരാൻ വൈകിയാൽ മുത്തശ്ശൻ്റെ, അതായത് അച്ഛൻ്റെ സഹോദരൻ്റെ വീട്ടിൽ കിടന്നോളാമെന്നും പറഞ്ഞതായി മാതാവ് പറയുന്നു. രാവിലെയും കാണാതായതോടെ വിഷ്ണുവിൻ്റെ അമ്മ ഭർത്താവിൻ്റെ സഹോദരനെ വിളിച്ചപ്പോഴാണ് രാത്രി യുവാവ് അവിടെ എത്തിയിട്ടില്ലെന്നറിഞ്ഞത്. എന്നാൽ പിന്നീട് മാതാവും പിതാവും മറ്റു ബന്ധുക്കളും വിഷ്ണുവിൻ്റെ ഫോണിൽ മാറി മാറി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഫോൺ സ്വിച്ച്ഡ് ഓഫ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. 8 വർഷം പ്രണയിച്ച യുവതിയെ വിവാഹം കഴിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു വിഷ്ണുജിത്ത്. വിവാഹമായതിനാൽ തിരികെ വന്ന് വീടിന് പെയിൻ്റ് അടിക്കേണ്ട കാര്യങ്ങളടക്കം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. കഞ്ചിക്കോട്ടെ ഐസ്ക്രീം കമ്പനിയിലാണ് വിഷ്ണുജിത്തിന് ജോലി. വിവാഹ ചെലവുകൾക്ക് പണം കണ്ടെത്താൻ ഈ മാസം 4-ന് പാലക്കാടേക്ക് പോയതാണ്. അവിടെ ഒരാൾക്ക് പണം നൽകാനുണ്ടെന്നും ഇല്ലെങ്കിൽ പ്രശ്നമാണെന്നും സുഹൃത്തുക്കളോട് പറഞ്ഞതായും അറിയുന്നു. എന്നാൽ പാലക്കാടേക്ക് പോയ വിഷ്ണു 4ാം ദിവസമായ ഇന്നും തിരികെ വന്നിട്ടില്ല. 1 ലക്ഷം രൂപ യുവാവിന്റെ പക്കൽ ഉണ്ടായിരുന്നതായും ബന്ധുക്കൾ പറയുന്നു. സംഭവത്തിൽ പോലീസും വ്യാപകമായ അന്വേഷണം നടത്തുകയാണ്. പാലക്കാട് വെച്ച് വിഷ്ണുവിനെ കണ്ടതായി സുഹൃത്തും സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിൽ വ്യക്തതയില്ല. വിഷ്ണുവിന്റെ സഹോദരിയും ഭർത്താവും പോലീസിനൊപ്പം പാലക്കാട് പുതുശ്ശേരിയിലെത്തി അന്വേഷിച്ചെങ്കിലും വിഷ്ണുവിനെ കണ്ടെത്താനായില്ല. പുതുശ്ശേരിയിലാണ് വിഷ്ണുവിൻ്റെ ഫോണിൻ്റെ അവസാന ടവർ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആയതാണ് വിവരമെന്നും പോലീസ് സൂചിപ്പിക്കുന്നു. കുറച്ച് പണം റെഡിയാക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ബുധനാഴ്ച സഹോദരൻ പോയതെന്ന് വിഷ്ണുജിത്തിൻ്റെ സഹോദരി ജസ്ന മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പാലക്കാട് കഞ്ചിക്കോടാണ് അവസാനമായി ഫോൺ ലൊക്കേഷൻ കാണിച്ചത്. അന്ന് 8 മണിക്ക് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെയും സുഹൃത്തിനെയും വിഷ്ണു വിളിച്ചിരുന്നതായും വ്യക്തമായി. ചെറിയ പ്രശ്നമുണ്ട്, അത് തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നാൽ എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞില്ലെന്നും സഹോദരി പറയുന്നു. താലിമാലയും മോതിരവും മാത്രമാണ് ഇനി വിവാഹത്തിനായി വാങ്ങാൻ ബാക്കിയുണ്ടായിരുന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. 4-ന് വൈകുന്നേരം 8 മണിയോടെ വിഷ്ണുജിത്ത് കുടുംബത്തെ ബന്ധപ്പെട്ടിരുന്നു. അന്ന് ബന്ധുവീട്ടിൽ താമസിക്കുമെന്നും അടുത്ത ദിവസം മടങ്ങി വരാമെന്നുമാണ് വിഷ്ണുജിത്ത് പറഞ്ഞത്. പിന്നീട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി. പാലക്കാടുള്ള വിഷ്ണുജിത്തിൻ്റെ സുഹൃത്തിനെ സഹോദരി ബന്ധപ്പെട്ടു. എന്നാൽ പണം വിഷ്ണുജിത്തിന് നൽകിയ ശേഷം ബസ് കയറുന്നതിന് വേണ്ടി കൊണ്ടുവിട്ടിരുന്നുവെന്നാണ് സുഹൃത്ത് പറയുന്നത്. വിഷ്ണുജിത്തിൻ്റെ പക്കൽ സുഹൃത്ത് നൽകിയ 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നതായും സഹോദരി പറയുന്നു. തിരോധാനത്തിൽ ദുരൂഹത ഉണ്ടെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ആരോപണം. മലപ്പുറം SP അടക്കം തിരോധാനവുമായി ബന്ധപ്പെട്ട് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ മലപ്പുറം പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമായി തന്നെ നടത്തുന്നുമുണ്ട്. അതിനൊപ്പം തന്നെ വിഷ്ണുജിത്തിന്റെ വീട്ടുകാരും വിഷ്ണുജിത്തിന്റെ ഭാവി വധുവിന്റെ വീട്ടുകാരും അവരുടേതായ രീതിയിൽ തിരച്ചിലുകൾ നടത്തി വരികയാണ്. എല്ലാത്തിനും പുറമെ സുഹൃത്തുക്കളും നാട്ടുകാരുമെല്ലാം വിഷ്ണുവിനെ കണ്ടെത്താനായി തിരച്ചിൽ നടത്തി വരുന്നു. എന്തായാലും വിഷ്ണു എത്രയും വേഗം തന്നെ മടങ്ങിയെത്തട്ടെ. മാറ്റിവെച്ചിരിക്കുന്ന വിഷ്ണുവിൻ്റെ വിവാഹവും മംഗളമായി നടക്കട്ടെ. വിഷ്ണുവിൻ്റെ മാതാവിൻ്റെയും ഭാവി വധുവിൻ്റെയും എല്ലാം കണ്ണുനീർ തോരട്ടെ. ശുഭകരമായ ആ വാർത്ത, വിഷ്ണു തിരികെ എത്തിയെന്ന ആ വാർത്ത ഉടൻ തന്നെ കേൾക്കുവാനിടയാകട്ടെ. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.